ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ചൈനയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു റിട്ടേൺ നമുക്ക് നേടാൻ സാധിക്കും എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഡിസ്ക്ലെയിമർ ആണ്. അപ്പം എൻ്റെ ഈ വീഡിയോ എന്നല്ല ഏത് വീഡിയോ, സ്റ്റോക്ക് സജഷൻ ആയിക്കോട്ടെ, അതല്ല ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ സജഷൻസ് ഐഡിയാസ് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും ഇതെല്ലാം ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതല്ലാതെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു സജഷൻ ആയിട്ടോ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഈ ചാനലിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. ഞാനത് ഐ ബട്ടണിൽ കൊടുക്കാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ എൻ്റെ ഈ രീതിയിലുള്ള ഒരു അനാലിസിസ്, സ്റ്റോക്ക് അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഈ ചൈനയിൽ നിക്ഷേപിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ഇന്ത്യയിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, 4000-ലധികം സ്റ്റോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് ചൈനയിൽ നിക്ഷേപിക്കുന്നതിനെ പറ്റി ഇപ്പൊ ചിന്തിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ചൈനയിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡൈവേഴ്സിഫിക്കേഷൻ, ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. സാധാരണ ഇന്ത്യക്കാർ ചെയ്യുന്നത് ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് US-ലാണ് നിക്ഷേപിക്കുന്നത്. പക്ഷെ പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് US-ൽ നിക്ഷേപിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ തന്നെയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനേക്കാളും അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചൈനീസ് നിക്ഷേപങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഈ US സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു കോപ്പി ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് US സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മുടെ മാർക്കറ്റ് അപ് ട്രെൻഡിലായിരിക്കും. US സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ചൈനീസ് നിക്ഷേപങ്ങളാണ്. കാരണം ചൈന എപ്പോഴും ഒരു കൗണ്ടറായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു ഓപ്പോസിറ്റ് രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ചൈനയിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ചൈനയിൽ നിന്നല്ല എവിടെയും നിക്ഷേപിക്കുന്നത് ആ ഒരു ഒറ്റ കാരണം കണ്ട് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ എന്തുകൊണ്ട് ഈ മൊമെന്റിൽ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതും ഞാൻ എന്തുകൊണ്ട് ചൈനയിൽ നിക്ഷേപിച്ചു എന്നുള്ളതുമാണ് ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് പ്രധാന റീസൺ ആണ് ചൈനയിൽ നിക്ഷേപിക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം. അതിൽ ഒന്നാമത്തെ കാര്യം ആ കൺട്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാല്യുവേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, ഇൻഡെക്സ് ലെവൽ വാല്യുവേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ മാർക്കറ്റ് Nifty 50 എന്ന് പറയുന്ന നമ്മുടെ മേജർ ഇൻഡെക്സിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് കറന്റ് ഓൾമോസ്റ്റ് ഒരു 24 PE 25 PE ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 25 PE പറ്റി കൃത്യമായിട്ട് അറിയില്ലാത്തവർ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിന്റെ ആണെങ്കിലും അതൊരു ഇൻഡെക്സിന്റെ ആണെങ്കിലും വാല്യുവേഷനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് എത്രമാത്രം വാല്യൂഡ് ആണ്, എക്സ്പെൻസീവ് ആണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ 24-25 ആണ് നമ്മുടെ PE റേഷ്യോ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി ഇന്ത്യയുടെ PE റേഷ്യോ ഒരു 19-20 ആവറേജ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ PE റേഷ്യോ കുറച്ച് എലിവേറ്റഡ് ആണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ഇതേ അവസ്ഥ തന്നെയാണ് US-ലുള്ളതും. US-ലെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെ PE റേഷ്യോ എന്ന് പറയുന്ന ഒരു 24-25 ഒക്കെ ആയിട്ടാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നേരെ നമ്മൾ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇവിടെ ഉള്ള പോലെ കുറെ ഇൻഡെക്സ് അവിടെ ഉണ്ട്. ഹോങ്കോങ് ഇൻഡെക്സ് ഉണ്ട്, അങ്ങനെ പല ഇൻഡെക്സുകളും ചൈനയിൽ ഉണ്ടെങ്കിലും അവിടുത്തെ PE റേഷ്യോ എന്ന് പറയുന്നത് ബിലോ 10-ലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഹോങ്കോങ് സ്റ്റോക്ക് ഇൻഡെക്സ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് ബിലോ 10 PE റേഷ്യോയിലാണെന്ന് പറയുമ്പോൾ ആണ് നമുക്ക് അതിന്റെ ഒരു അട്രാക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇന്ത്യ 24 ട്രേഡ് ചെയ്യുമ്പോൾ ചൈനീസ് പല ഇൻഡെക്സുകളും 10, 12, 11 അത് 10 താഴെയുള്ള PE റേഷ്യോയിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ഇന്ത്യയുടെ വാല്യുവേഷന്റെ പകുതിക്ക് താഴെയുള്ള വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യാൻ മാത്രം അത്ര മോശം പെർഫോമർ ആണോ ചൈനീസ് സ്റ്റോക്ക് അല്ലെങ്കിൽ ചൈനീസ് ടെക്നോളജി അല്ലെങ്കിൽ ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ പ്രൈമറി റീസൺസ്, എന്തുകൊണ്ട് ഞാൻ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൈമറി റീസൺ ആണ്. അതിൽ ഒരു പ്രൈമറി റീസൺ ആണ് ഈ പറയുന്ന ചീപ്പ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് എന്തുകൊണ്ട് ഞാൻ ചൈനയിൽ നിക്ഷേപിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻഡെക്സിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ PE റേഷ്യോ കുറവായതുകൊണ്ട് മാത്രം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ യോഗ്യമായ ഒരു സംഭവമല്ല. ഇനി ഓഫ് കോഴ്സ് അതിപ്പോ ചൈനയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ചൈനീസ് സ്റ്റോക്കുകളുടെ ഇൻഡെക്സുകളുടെ ഒക്കെ PE റേഷ്യോ കാലാകാലങ്ങളായിട്ട് കുറവായിരുന്നു, ഇന്ത്യയെക്കാളും US-നേക്കാളും കുറവായിരുന്നു. അപ്പൊ ഇത് പെട്ടെന്ന് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്നെ പ്രേരിപ്പിച്ച എന്റെ രണ്ടാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ചാർട്ടാണ്. അല്ലെങ്കിൽ ചൈനീസ് ഇൻഡെക്സുകൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാറ്റ് പാറ്റേൺ ഉണ്ട്.
അപ്പം ഞാൻ മുന്നിലത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും ഏതിലാണെങ്കിലും ചാർട്ടിൽ ഒരു ബുള്ളിഷ് ക്യാരക്ടറിസ്റ്റിക് കാണാതെ ഒരിക്കലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ബാക്കി എന്ത് അട്രാക്റ്റീവ് ഘടകങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചാർട്ട് എന്നോട് ആ ഒരു സ്റ്റോറി, ഓക്കെ ഇത് ബുള്ളിഷ് ആണ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റോറി പറയാതെ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ രണ്ടാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ചാർട്ടാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, 1-2 വർഷങ്ങളായി ഈ ചാർട്ട് ഞാൻ റീഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാർട്ട് ഇപ്പം ഒരു ബുള്ളിഷ് ക്യാരക്ടറിസ്റ്റിക് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പ്രധാന ഘടകം. ഇനി നമ്മൾ വളരെ ക്വിക്കായിട്ട് ചൈനയിൽ ഈ റീസെന്റ് ആയിട്ടുള്ള കാലത്ത്, റീസെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നോവേഷൻസും ഇതൊക്കെ നമ്മളിൽ പലർക്കും അറിയാവുന്നതാണെന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി ക്വിക്കായിട്ട് നോക്കാം. അതിപ്പോൾ ഏത് മേഖല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും, അതിപ്പോൾ AI ആയിക്കോട്ടെ, ഇപ്പം ഇലക്ട്രിക് കാറിന് ടെക്നോളജി ആയിക്കോട്ടെ, ഇൻഫ്രാ ടെക്നോളജി ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ സ്പേസ്, ഡിഫൻസ് ആ രീതിയിലുള്ള ഏത് ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ചൈന ഒട്ടും പിറകിലല്ല എന്ന് മാത്രമല്ല പല സെക്ടറുകളിലും US-ഉമായിട്ടും കോമ്പറ്റീറ്റ് ചെയ്യും, പലതിലും ഈവൻ പല സെക്ടറുകളിലും US-നെ ഔട്ട്പേസ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ചൈന വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ കുറച്ച് ഡേറ്റാസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യയുടെ പെർ ക്യാപിറ്റ GDP, എന്തുകൊണ്ട് ഞാൻ ഇന്ത്യനെയും ചൈനയെയും കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നെയ്ബർ കൺട്രി എന്ന നിലയിലും നമ്മളുടെ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ള നിലയിലുമാണ് ഞാൻ ഈ കമ്പാരിസൺ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഏതാണ്ട് 140 കോടി ആളുകൾ ചൈനയിലുണ്ട്. ഇന്ത്യനേക്കാളും 3 മടങ്ങ് വലിപ്പമുള്ള കൺട്രിയാണ്. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് ഒരു $3,000 പെർ ഇയർ ആണെന്നുണ്ടെങ്കിൽ ചൈനയിൽ അത് ഓൾമോസ്റ്റ് $13,000 പെർ ഇയർ ആണ്. അപ്പൊ ഈ നമ്മുടെ അത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രി നമ്മളെക്കാളും 3-4 ഇരട്ടി കൂടുതൽ GDP പെർ ക്യാപിറ്റ ഉണ്ടെന്ന് പറയുന്നത് തന്നെ അവരുടെ ആ ഗ്രോത്തിനെ, അവർ കൈവരിച്ച ആ ഒരു നേട്ടത്തെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പേപ്പറിലുള്ള ഈ ഒരു GDP ഗ്രോത്ത് മാത്രമല്ല, ചൈനയിൽ പോയിട്ടുള്ളവരോട് സംസാരിച്ചാൽ അറിയാം, അവിടെ നിന്ന് കേൾക്കുന്ന ടെക്നോളജികൾ. ഇപ്പൊ അറിയാം, എലോൺ മസ്ക് പോലെയുള്ള ഒരു ബുദ്ധിജീവിയുടെ കമ്പനി, ടെസ്ല പോലെയുള്ള ഒരു കമ്പനിയെ പോലും ചൈനീസ് കമ്പനികൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെസ്ലയുടെ സെയിൽസിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് യൂറോപ്പിലൊക്കെ BYDക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സെയിൽസ്. സിമ്പിൾ ഗിമ്മിക്ക് കാണിച്ചുള്ള സെയിൽസ് മാത്രമൊന്നുമല്ല, അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അവർ ബാറ്ററി ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ BYDയുടെ ബാറ്ററി ടെക്നോളജിയാണ് ലോകത്തിലുള്ള പല അതർ ഇലക്ട്രിക് മാനുഫാക്ചേഴ്സും ഉപയോഗിക്കുന്നത്, ഇൻക്ലൂഡിങ് ഇന്ത്യയിലെ മഹേന്ദ്രയും അങ്ങനെയുള്ള പല കമ്പനികളും ഈ ഒരു BYDയുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ BYD മാത്രമൊന്നുമല്ല, ചൈനയിലുള്ള ഒരുപാട് ഇന്നോവേറ്റീവ് സെക്ടറുകളും കമ്പനികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്താകമാനം അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ചൈന എന്നുള്ളത് ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബാണ്. അത് മാനുഫാക്ചറിങ് ഹബ്ബായിട്ടാണ് ഒരു കാലത്ത് അറിയപ്പെടുന്നതെങ്കിൽ ഇന്ന് അവർ അങ്ങനെയല്ല, ഒരു പവർ ഹൗസ് തന്നെയാണ്, ഇന്നോവേഷന്റെ ഒരു ഹെഡ് തന്നെയാണ് ചൈന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏതൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ചൈനയിലെ ഇൻവെസ്റ്റ്മെന്റുകൾ വയബിൾ ആണ്. പ്രത്യേകിച്ച് അൾട്രാ ചീപ്പ് വാല്യുവേഷനിൽ അത് കിട്ടി കഴിയുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇനി ചൈനയിൽ നിക്ഷേപിക്കുന്നതിന് മുന്നേ ആയിട്ട് അതിന്റെ റിസ്ക് എന്താണെന്നുള്ളതിനെ പറ്റി വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് സംസാരിച്ചു പോവാം. അപ്പൊ നമ്മളിത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോക്രസിയും, ചൈനയിലുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. അതൊരു സിംഗിൾ പാർട്ടി സെറ്റപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചൈനയിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ള മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് അത്ര പോസിറ്റീവായിട്ട് എടുക്കാറില്ല. അപ്പൊ അവർ അതിനൊരു റിസ്ക് കൊടുക്കാറുണ്ട്. ഓൾവേസ് ഒരു റിസ്കി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു അട്ടിമറിയൊക്കെ വരാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഗ്ലോബലി ഉള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഈ പറഞ്ഞ വാല്യുവേഷൻ ഒക്കെ വളരെ ചീപ്പായിട്ട് ചൈന ഹിസ്റ്റോറിക്കലി ട്രേഡ് ചെയ്യുന്നതും നിലവിൽ ട്രേഡ് ചെയ്യുന്നതും. ഇനി ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ അവിടെ ഇൻസ്റ്റബിലിറ്റി ഒന്നുമില്ല. അതൊരു സിംഗിൾ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിലും വളരെ സ്റ്റേബിൾ ആയിട്ടാണ് ആ കൺട്രി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്ന വാക്കൊന്നും അവിടെ ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു സിംഗിൾ പാർട്ടി സിസ്റ്റം ആണെന്നുള്ളത് ശരി. നാളെ ഇപ്പോൾ ഒരു അട്ടിമറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു റിസ്ക് ഒക്കെ നമ്മൾ കണ്ടിട്ട് വേണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് US-ഉമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടോ ഉള്ള ടേംസ് പോലെ അത്ര ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അത്ര നല്ലൊരു സൗഹൃദം നമുക്ക് ഈ ചൈനയുമായിട്ടില്ല, ഈവൻ ദോ അവർ നമ്മുടെ അയൽ രാജ്യമാണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയുള്ള ചില പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ടെൻഷൻസ് ഇന്ത്യയും ചൈനയുമായിട്ട് നിലവിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിലുള്ള റിസ്ക് എന്ന് പറയുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് ഏത് തരം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിലൊരു റിസ്ക് ഉണ്ട്. അപ്പൊ ആ റിസ്ക് അറിഞ്ഞതിന് ശേഷം
ആ റിസ്ക് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇൻഡെക്സ് ആയിക്കോട്ടെ, അത് വേറെ രാജ്യത്ത് പോയി ഇൻവെസ്റ്റ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്കൊരു എക്സിറ്റ് പ്ലാൻ വേണം. ആ എക്സിറ്റ് പ്ലാൻ അനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്തുകൊണ്ട് ചെറിയ നഷ്ടം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. വാല്യുവേഷനെ പറ്റി ഓൾറെഡി സംസാരിച്ചു. ഇനി വളരെ ക്വിക്കായിട്ട് നമുക്ക് ചൈനയിലെ, പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഹോങ്കോങ് ഇൻഡെക്സ് ആണ്, ഹാങ്സങ് ഇൻഡെക്സ് ആണ്. ഈ ഹാങ്സങ് ഇൻഡെക്സിന്റെ ഒരു എന്തുകൊണ്ട് അതെന്നെ ആകർഷിച്ചു അല്ലെങ്കിൽ അതെന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്വിക്കായിട്ട് നോക്കിക്കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. സോ ഇവിടെ ഇപ്പൊ ഞാൻ നിഫ്റ്റി 50യുടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു വീക്ക്ലി ചാർട്ടാണ്. അപ്പൊ ഓരോ ക്യാൻഡിലും വീക്ക്ലി ഓരോരോ വീക്കാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാർട്ടിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ ബുള്ളിഷ് ആയിട്ട് കാണാൻ പറ്റും. ആ കോവിഡിന്റെ സമയത്തൊക്കെ ഒരു വലിയ ഡിപ്പ് വന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയത്തും ഇതൊരു അപ്രണ്ടിലായിരുന്നു. ഇത് തന്നെ, ഇതേ ഒരു ക്യാരക്ടറിസ്റ്റിക് തന്നെയായിരിക്കും യു എസിന്റെ ചാർട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും. അതിപ്പം S&P 500 ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ പെട്ടെന്ന് ഇപ്പം ഹോങ്കോങ് ഇൻഡെക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹോങ്കോങ് ഇൻഡെക്സ് ആണ്. ഹോങ്കോങ്ങിന്റെ ഒരു വീക്ക്ലി ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പലപ്പോഴും ഈ ഇൻഡെക്സ് ഒരു സൈക്ലിക്കൽ നേച്ചറാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാലത്ത് ഇത് ഭയങ്കരമായിട്ട് അപ്പാവും, പിന്നീട് വളരെ ഷാർപ്പായിട്ട് ഡിക്ലൈൻ കാണിക്കും, വീണ്ടും ഇത് റാലി ചെയ്യും, വീണ്ടും അത് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും റാലി ചെയ്യും. ഈ ഒരു ട്രെൻഡാണ് ഈ ഒരു ഇൻഡെക്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ സൈക്ലിക് ആയിട്ടുള്ള ഒരു ഇൻഡെക്സിൽ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് നിക്ഷേപിക്കും എന്നുള്ളത്. അവിടെ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവല്. ഈ ഒരു ലെവലാണ് ആക്ച്വലി എന്നെ ഇംപ്രസ് ചെയ്തത്. ഇപ്പൊ ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നാനുള്ള പ്രധാന കാരണം ഈ ഒരു റീസെന്റ് 2 yearsൽ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നുള്ള ഈ ഒരു ലെവൽസ് ആണ് അതിന് കാരണം. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഹാങ്സങ്ങിന്റെ, അതായത് 2023-22 അവസാനം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ലോ ഉണ്ട്. 14,600 റേഞ്ചിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഷാർപ്പായിട്ട് ആ ഇൻഡെക്സ് റാലി ചെയ്തു. പക്ഷെ ആ റാലി സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അത് വീണ്ടും ഫോളോ ചെയ്ത് ഈ 14,600 എന്ന് പറഞ്ഞ റേഞ്ച് റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ടെക്നിക്കൽ ചാർട്ടിനെ പറ്റി അല്ലെങ്കിൽ ചാർട്ടിനെ പറ്റി ടെക്നിക്കലി പഠിച്ചൊരു വ്യക്തിക്ക് അറിയാൻ പറ്റും, ഇതൊരു ഡബിൾ ബോട്ടം ആണ്. അപ്പം ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു റാലി നടത്താൻ ശ്രമിച്ചു, വീണ്ടും ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഡബിൾ ബോട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് പലരും അതൊരു ബുള്ളിഷ് സിഗ്നൽ ആയിട്ട് കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ഘടകമാണ്. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കി, പിന്നീട് അത് റാലി ചെയ്യാൻ ശ്രമിച്ചു, വീണ്ടും ഒരു റീടെസ്റ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ റീടെസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ അത് ക്രിയേറ്റ് ചെയ്ത ഈ 14,600 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് ഇത് എത്താതെ അതിന് മുന്നേ തന്നെ അത് സപ്പോർട്ട് എടുത്ത് വീണ്ടും റാലി നടത്തുന്നതാണ് കണ്ടത്. അപ്പൊ പിന്നീട് ഇവിടെ സംഭവിച്ചത് ഹയർ ഹൈസും ലോവർ ലോസ് എന്ന് പറയുന്ന വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് ഈ ഹോങ്കോങ് ഇൻഡെക്സിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിലെ പ്രധാന അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതായത് ഈ ഇൻഡെക്സ് ഇപ്പൊ ഓവറോൾ ഒരു ബുള്ളിഷ് ഫേസിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ട് ഇപ്പോ ഈ ഒരു ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റ് എന്താണ് ഇതിനൊരു പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടം ഏരിയയിൽ നിന്ന് ഇപ്പോഴത്തെ ഹയർ ലെവലായ ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലെവലിലേക്ക് ഓൾമോസ്റ്റ് ഒരു 65-67% റാലി തന്നു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇൻഡെക്സ് 67% റാലി തന്നു എന്ന് പറയുമ്പം അതൊരു ഹ്യൂജ് റിട്ടേൺ ആണ്. അപ്പൊ ഞാൻ ഈ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഓൾമോസ്റ്റ് ഈ ഒരു 18,000-19,000 ലെവലുകളാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ എനിക്കിപ്പോൾ ഓൾറെഡി ഒരു ഡീസന്റ് പ്രോഫിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഈ പർട്ടിക്കുലർ ലെവല് ഇൻവെസ്റ്റ് ചെയ്യാൻ യോഗ്യമാണെന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2025 3-ാം മാസം, ദാറ്റ് മീൻസ് മാർച്ചിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ചൈനയ്ക്കെതിരെ ഒരു ടാരിഫ് ഒക്കെ ട്രംപ് ഡിക്ലെയർ ചെയ്ത സമയത്ത് ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. ഈ ചൈനീസ് ഇൻഡെക്സുകൾ വളരെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഷാർപ്പായിട്ട് റിക്കവർ ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ആ റിക്കവറിയുടെ സമയത്ത് ഇതിന്റെ താഴെ വന്നിരിക്കുന്ന വോളിയം ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ വലിയ വോളിയം ക്യാൻഡിൽസ് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 2022 ഇത് ബോട്ടം ചെയ്തതിന് ശേഷം നടത്തുന്ന ഈ മേജർ റാലിയിൽ വളരെ വലിയ വോളിയം സപ്പോർട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നടക്കുന്ന റാലിയും ഇതിന് മുന്നേ പലപ്പോഴും നടന്ന റാലിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഈ റാലി സസ്റ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു അപ്പ് റണ്ണിൽ ഓൾ ടൈം റെക്കോർഡ് വോളിയൂംസ് ആണ് ഹാങ്സെങ് ഇൻഡെക്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇപ്പം കറന്റ്ലി, അതായത് ഇന്നത്തെ ദിവസം ഞാനിത് ട്രേഡ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 16-ാം തീയതിയാണ്, 16 ജൂലൈയിലാണ്. ജൂലൈയിൽ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്ത് ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 24,800 ലെവലിലാണെങ്കിൽ ഈ ലെവല് വളരെ ക്രൂഷ്യലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് മാർച്ച് മാസം 2025 മാർച്ചിൽ ഓൾറെഡി ഈ ലെവൽ ഒന്ന് റീടെസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷമാണ് ട്രംപിന്റെ ടാരിഫ് ഒക്കെ വന്ന് മാർക്കറ്റ് ഡൗൺ ആയി വീണ്ടും ഷാർപ്പായിട്ട് റിക്കവർ ചെയ്ത് ആ ഒരു ലെവലിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടെക്നിക്കൽ ചാർട്ടിൽ ഇതിനെ ഡബിൾ ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ആക്ച്വൽ ടോപ്പ് അല്ല, പക്ഷെ ഒരു ഇന്റർമീഡിയറ്റ് ടോപ്പ് ആണ്. പക്ഷെ അത് വീണ്ടും റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് വളരെ വലിയ വോളിയം സപ്പോർട്ടോട് കൂടിയാണ്. അപ്പൊ ഈ വോളിയം സപ്പോർട്ടോട് കൂടി ലെവലിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ വലുതാണ്. ഇത് ഫ്രഷ് ആയിട്ട് എത്തുന്ന ഒരു ലെവലല്ല. ഇത് ഓൾറെഡി ഈ ഒരു ലെവലിൽ ഇത് ഓൾറെഡി ടച്ച് ചെയ്തതാണ് മാർച്ചിൽ, എന്നിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫർദർ റാലി ഈ ഒരു ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റാലി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 31,000 മുകളിലുള്ള ടാർഗറ്റ് ആണ്. അപ്പൊ ഈ ടാർഗറ്റിലേക്ക് ഇവിടുന്ന് വളരെ ക്വിക്കായിട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡെക്സ് ഇപ്പൊ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 25% റാലി നമുക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മേ ബി ഒരു 6 months മാക്സിമം ഒരു 1 year ടൈം പീരീഡിൽ കിട്ടുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ലോങ്ങർ ടൈം വ്യൂവിൽ ഞാൻ അവിടെ കൊണ്ടൊന്നും ഈ റാലി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മേ ബി ഇതിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് ഇത് എത്തിപ്പെടാം, 33,000 എത്താം. അതും ഒരു ഷോർട്ട് പീരീഡിൽ എത്തുമെന്നാണ് കരുതുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് 31,000 ആണ്. അപ്പം ഈ ഇൻഡെക്സ് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഓൾ ടുഗദർ ഒരു വളരെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് വലിയ വലിയ ഫണ്ട് ഹൗസുകൾ ഇതിലേക്ക് ഫണ്ട് ഒഴുക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഈ വോളിയൂംസ് ഒക്കെ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാലി സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തത് മേളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. പറഞ്ഞു വന്ന പോയിന്റ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച തീരുമാനം. അപ്പൊ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും, മാർക്കറ്റിൽ നിന്ന് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഒരു 20 to 25% റിട്ടേൺ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്കൊരു ലോങ്ങർ ടൈം പീരീഡ് ഹൊറൈസൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അതിലൊക്കെ മികച്ച റിട്ടേൺ ചൈനയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 25-30% എന്ന് പറയുന്നത് പലർക്കും വലിയ ഒരു ആകർഷകമായ റിട്ടേൺ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇതൊരു ഇൻഡെക്സ് ലെവൽ റിട്ടേണിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, ഒരു സ്റ്റോക്ക് ലെവൽ റിട്ടേൺ അല്ല. ഒരു ഇൻഡെക്സ് ലെവൽ റിട്ടേണിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ മാർക്കറ്റ് എന്റെ ലോങ് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണെന്ന് പറയുമ്പോഴും നമ്മൾക്ക് നിഫ്റ്റി 50 ഇൻഡെക്സിൽ നിക്ഷേപിച്ച ഒരു വ്യക്തിയുടെ CAGR എന്ന് പറയുന്നത് 13% മുതൽ 14% ആണ്. അപ്പം ആ ഒരു റിട്ടേണിനെ അതിന്റെയൊക്കെ ഡബിൾ റിട്ടേൺ ആണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത്. ഇതെല്ലാം ഒരു പോസിബിലിറ്റി മാത്രമാണ്. എനിക്ക് ഈ ചാർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന സിഗ്നൽസ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇത് ശരിയായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല, ശരിയാവാം തെറ്റാവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ വ്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ മാർക്കറ്റ് നാളെ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നുകൊണ്ട് ഈ ഇൻഡെക്സ് താഴോട്ട് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പൊ ഇൻഡെക്സ് ലെവൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും സ്റ്റോക്ക് ലെവൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും എനിക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ ഇങ്ങനെയുള്ള റിസ്കി ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഞാനിവിടെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്ത് നമ്മുടെ മണി സേഫ് ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇൻ ജനറൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു വർഷം ഒരു വർഷത്തിനുള്ളിൽ ഈ ഇൻഡെക്സ് ചിലപ്പോൾ ഒരു 20-25 ചിലപ്പോൾ ഒരു 30% വരെ റിട്ടേൺ നമുക്ക് തരാം. ഒരു 6 മാസത്തിനുള്ളിൽ തരാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് ഒരു വർഷത്തിനുള്ളിലെങ്കിലും അത്രയും റിട്ടേൺ കിട്ടിയേക്കാം എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ലോങ്ങർ ടൈമിലേക്ക് ചിലപ്പോൾ ഇതിന്റെ ഓൾ ടൈം ഹൈ കടന്ന് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം വളരെ വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഇൻഡെക്സുകളുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 10 ആണെന്ന് പറഞ്ഞു. ഇതിന്റെ PE റേഷ്യോ ഇന്ത്യൻ മാർക്കറ്റിന്റെ PE റേഷ്യോയിലേക്ക് എത്താതെ ഒരു 20 എത്തണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ വാല്യൂ അതായത് 24,000 എന്നുള്ളത് ഒരു 50,000 എന്ന ലെവലിലേക്കെങ്കിലും എത്തണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 50,000 എവിടെയാണെന്നുള്ളത്.
50,000 എന്ന് പറയുമ്പം എത്ര പെർസെന്റേജ്, ഓൾമോസ്റ്റ് 100% റൺ ചെയ്യാൻ കിടക്കുന്നുണ്ട് ഇവിടെ അല്ലെ. അപ്പൊ അത്രയും ഒന്നും ഇത് റൺ ചെയ്തു എന്ന് വരില്ല. കാരണം ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്റോറിക്കലി ഒരു ലോ പിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു 100% റിട്ടേൺ ഒന്നും ഇതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും ഈസിലി ഒരു 25% റിട്ടേൺ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ഇനി വളരെ ക്വിക്കായിട്ട് എങ്ങനെ ചൈനയിൽ നിക്ഷേപിക്കാം, ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചൈനയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാം എന്നുള്ളത് വളരെ ക്വിക്കായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ നിക്ഷേപിക്കാം. ഒന്ന് ETF എന്ന് പറയുന്ന അറിയാലോ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പൊ ETF നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചൈനയിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാകാം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നിക്ഷേപിക്കാവുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഒരുപാട് ഓപ്ഷൻ ഒന്നുമില്ല. നിലവിൽ എന്റെ അറിവിൽ 2 മ്യൂച്വൽ ഫണ്ടുകളാണ് ഉള്ളത്. അതിലൊന്ന് ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ആക്സിസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടാണ്. അതുപോലെ രണ്ടാമതൊരു ഫണ്ടാണ് എഡിൽവൈസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഓഫ്ഷോർ ഫണ്ട്. അപ്പൊ ഇത് ബേസിക്കലി ഫണ്ട് ഓഫ് ഫണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരു ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അവർ ചൈനയിൽ നിക്ഷേപിക്കുന്ന പരിപാടിയാണ് ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇപ്പൊ ഈ ആക്സിസിന്റെ ആണെങ്കിലും എഡിൽവൈസിന്റെ ആണെങ്കിലും ഈ 2 മ്യൂച്വൽ ഫണ്ടുകൾക്കും എക്സ്പെൻസ് റേഷ്യോ ഒക്കെ മറ്റുള്ള സാധാരണ ഇന്ത്യയിലുള്ള ലാർജ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളെക്കാളും കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് റേഷ്യോ അത്ര വലിയ പ്രശ്നമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാങ്സങ് ബീസ് എന്ന് പറയുന്ന നിപ്പൺ ഇന്ത്യയുടെ ഒരു ETF ആണ്. അപ്പൊ ഈ ഹാങ്സങ് ബീസിൽ നിങ്ങൾക്ക് നിക്ഷേപിച്ചുകൊണ്ട് വേണമെങ്കിൽ ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാകാം. ഇനി അതല്ലെങ്കിൽ മിറേ അസറ്റിന്റെ ഒരു ETF ഉണ്ട്. ഇങ്ങനെ 2 ETFകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നേരത്തെ ഞാൻ കാണിച്ച മ്യൂച്വൽ ഫണ്ടുകളും ETF തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ എന്റെ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ബാക്ക് ആണ്. ആ സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഈ ഹാങ്സങ് ബീസ് എന്ന് പറയുന്ന നിപ്പൺ ഇന്ത്യയുടെ ഈ ഫണ്ടിലായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാങ്സങ് ബീസ് ഒരു ട്രേഡഡ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് അറിയാമല്ലോ. അതായത് രാവിലെ ആസ് യൂഷ്വൽ 9:15 ആകുമ്പം ഈ ഇൻസ്ട്രുമെന്റ് ഓപ്പൺ ആവും. അപ്പൊ ആളുകൾ, ഇന്ത്യക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് അതിൽ വന്ന് ആ ഫണ്ടിന്റെ ആ സമയത്തുള്ള NAV വാല്യൂ എത്രയാണോ അത് വെച്ച് അത് ബൈ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും സെല്ല് ചെയ്യാം. ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്ന പോലെയാണ് ഈ ETF പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ETF-ഉം അതിന്റെ ആക്ച്വൽ INAV എന്ന് പറയുന്ന വാല്യൂവും തമ്മിൽ ഒരു പ്രീമിയം വ്യത്യാസം സാധാരണ കാണാറുണ്ട്. ഞാനത് പലപ്പോഴും ചില സമയത്തിൽ യൂഫോറിയ ഒക്കെ ഉള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ മാർക്കറ്റ് സൈക്കിളുകളൊക്കെ 10% വരെ പ്രൈസ് ഡിഫറൻസ് ഇതിന്റെ ആക്ച്വൽ NAV. ഇപ്പൊ ഇതിൽ രണ്ടാമതായിട്ട് കാണുന്നതാണ് ഹാങ്സങ്ങിന്റെ ആക്ച്വൽ INAV എന്ന് പറയുന്നത്. അതായത് അതിന്റെ യഥാർത്ഥത്തിലുള്ള വാല്യൂവും ഈ അതിന് മേളിൽ കാണുന്ന ആദ്യം ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഹാങ്സങ് ബീസ് എന്ന് പറയുന്നത്. ഹാങ്സങ് ബീസ് ഇവിടെ 390 ആയിട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ INAV 384 ട്രേഡ് ചെയ്യുന്നത്. സോ അതൊരു പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രീമിയം ചിലപ്പോൾ 5%, 10% വരെ ഡിഫറൻസ് കാണിക്കുമ്പോൾ അത് എനിക്ക് പേഴ്സണലി അൺകംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഒരു സമയത്ത് എനിക്ക് നല്ലൊരു പ്രോഫിറ്റ്, ഒരു സ്പൈക്ക് ഹാങ്സങ് ബീസിൽ വന്ന സമയത്ത് ഞാൻ അത് വിറ്റതിന് ശേഷം ഈ 2 മ്യൂച്വൽ ഫണ്ടുകളിലായിട്ടാണ് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. എന്റെ ടോട്ടൽ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റിനെ ഞാൻ 50-50 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം പകുതി ആക്സിസിലും പകുതി എഡിൽവൈസിലുമായിട്ടാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ എനിക്ക് ETF-ൽ നിക്ഷേപമൊന്നുമില്ല. പക്ഷേ ഈ 2 എണ്ണത്തിലാണ് ഞാൻ പകരം ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ കംഫർട്ട് എന്നുള്ളത് നിങ്ങൾ പേഴ്സണലി തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ETF-ൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ എക്സ്പെൻസ് റേഷ്യോയും കാര്യങ്ങളൊക്കെയാണ്. അത് കുറച്ച് എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹാങ്സങ് ബീസോ അല്ലെങ്കിൽ മിറേ അസറ്റിന്റെ ഈ ഹാങ്സങ് ടെക് ഇൻഡെക്സോ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ടിന്റെ റൂട്ടിലാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 2 ഫണ്ടുകൾ നിലവിൽ അവൈലബിൾ ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ.